നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച കർമ്മ പദ്ധതികൾ ഈ വർഷം പൂർത്തീകരിച്ച് പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായ നേട്ടം കൈവരുവാനും ജൂലൈക്ക് മുമ്പ് തന്നെ പുതിയതായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുവാനോ നിലവിലുള്ളതിൻ്റെ വിപുലീകരണ ക്രമങ്ങൾ പൂർത്തീകരിച്ച് പുതിയ പദ്ധതികൾ അവലംബിക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. അഥവാ പഠിച്ച വിദ്യയോടനുബന്ധമായ തൊഴിൽ അവലംബിക്കുവാനോ ഉദ്യോഗം ലഭിക്കുവാനോ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം ഈ വർഷത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. അധികാരപരിധി വർദ്ധിക്കുന്നത് വഴി കീഴ് ജീവനക്കാരെ നിയമിക്കുവാനിടവരും. ആഗ്രഹിക്കുന്ന വസ്തു വിൽപ്പനയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിത്തീരും. സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായ മേഖല തുടങ്ങുന്നതിൻ്റെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും മെയ് മാസത്തിന് ശേഷം പണം മുതൽ മുടക്കുവാനും ഉള്ള അവസരം ഉണ്ടായിത്തീരും. വ്യാവസായികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം അനുകൂലമായി തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി ഒരുപക്ഷെ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി അവലംബിക്കുവാൻ സാധിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം, സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മേടമാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനിടയുണ്ട്. മംഗളകർമ്മങ്ങൾക്കും വിനോദയാത്രകൾക്കും നേതൃത്വ സ്ഥാനം വഹിക്കുവാനും ഈ വർഷത്തിൽ യോഗമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ 2015 ആണ്ടിലെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.